ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇനിയും കർത്താവിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ളതായ ഈ പരമ്പരയിൽ നാം ചിന്തിക്കാൻ പോകുന്നതായ ഒരു വലിയ വിഷയം, അതായത് ഒരു നീണ്ട വിഷയമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്നുള്ളത്. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപായിട്ട് കർത്താവായ യേശുക്രിസ്തു ആദ്യം വരുന്നതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വരവ്, ഒന്നാമത്തെ വരവിനെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങളെല്ലാം ഓരോന്നായിട്ട് നിവൃത്തിയായതായിട്ട് കാണുവാൻ സാധിക്കും. അതിലുള്ള ഏതാനും കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട്, അതായത് ക്രിസ്ത്യാനികളുടെ പ്രത്യാശ എന്തായിരുന്നു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ കാര്യമാണ് ഞാനൊന്ന് ചെറുതായിട്ട് ചിന്തിക്കുകയാണ്. അതായത് 1 കൊരിന്ത്യർ 16-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു. കർത്താവ് ആയ യേശുക്രിസ്തുവിൻ്റെ കൃപ, അതായത് കർത്താവായ യേശുക്രിസ്തു വരുന്നതിനെക്കുറിച്ച്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവനാകുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. ആര് വരുന്നു? കർത്താവ് വരുന്നു. അപ്പം ഇത് പുതിയ നിയമത്തിലുള്ളൊരു കാര്യമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആദ്യ വരവിനെക്കുറിച്ചുള്ളതായ അനേക പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം കർത്താവായ യേശുക്രിസ്തു വന്നു, ഇനിയും വീണ്ടും വരും. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തു വന്ന ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതായ നാളുകളിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം പ്രവാചക പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ചുള്ള അനേക രേഖകളുണ്ട്. അതായത് ഈ രേഖകളെല്ലാം പുതിയ നിയമത്തിൽ നാം, അതായത് ഇത് ഒന്നൊന്നായിട്ട് നിറപടിയായിട്ട് നിറവേറി എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിനെക്കുറിച്ച് ആദ്യത്തെ പ്രവചനമുണ്ടായത് എവിടെയായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിലാണ്. അതായത് കർത്താവായ യേശുക്രിസ്തു എന്നുള്ളതല്ല, ഒരു രക്ഷകൻ വരുന്നു. അപ്പോൾ ആ രക്ഷകനെക്കുറിച്ച് ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം ഒരു പ്രോമിസ് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തു. അത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യമാണ്. 15-ാമത്തെ വാക്യമാണ് ഞാൻ ഇപ്രകാരം വായിക്കുന്നു. അതായത് 2:15 ഇവിടെ പറയുന്നത്, യഹോവയായ ദൈവം മനുഷ്യനുണ്ടാക്കിയത്, യഹോവയായ മനുഷ്യനോട് കൽപ്പിച്ച് തോട്ടത്തിലെ സകല ഫലങ്ങളും കഴിക്കാം, അതൊക്കെയും പറഞ്ഞ ശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഒരു പുത്രൻ വരുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി വരുന്നതിനെക്കുറിച്ച് യഹോവയായ ദൈവം പാമ്പിനോട് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, ഒരു സ്ത്രീയെ കൽപ്പിച്ചതോ, ഇതെല്ലാം ശാപം പറഞ്ഞ ശേഷം 3-15 ഞാൻ വായിക്കുകയാണ്. നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാകും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അപ്പോൾ ഇതിന് പറയുന്നത് പ്രോട്ടോ ഇവാഞ്ചലിയം, അതായത് യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ഒരു രക്ഷകൻ വരുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവചനം, അതായത് നമ്മളിപ്പം യുഗങ്ങളുടെ പ്രത്യാശ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ പറയുന്നത്, ആദാം മുതൽ ഉള്ള വ്യക്തികൾ ആ രക്ഷകന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ആ രക്ഷകൻ വരുന്നു. ഇപ്പോൾ ആദാമിന് ഒരു പുത്രനുണ്ടായി, കായനുണ്ടായപ്പോൾ ആ കായനായിരിക്കും രക്ഷകൻ എന്നുള്ള നിലയിൽ ഇടപെട്ടു. പക്ഷേ കായനും പിന്നെ ഹാബേലുണ്ടായി. അവർ തമ്മിലുള്ള തർക്കത്തിൽ കായൻ ഹാബേലിനെ കൊന്നു. കായൻ അതുകൊണ്ട് ശപിക്കപ്പെട്ടവനായി തീർന്നു. അങ്ങനെ പിന്നെ അതിന് കഴിഞ്ഞ് സേത്തുണ്ടായി. അപ്പോൾ ഈ ഓരോ മക്കൾ ജനിക്കുമ്പോഴും അവനാണ് രക്ഷകൻ എന്നുള്ള ചിന്താഗതിയിലായിരുന്നു. പക്ഷേ അവിടെ ഒന്നും രക്ഷകൻ വന്നില്ല. അതായത് അവരൊക്കെയും പിശാചിനോട് ചേർന്ന്, അല്ലെങ്കിൽ ദൈവവഴികളിൽ പലരും തിരിഞ്ഞും മറിഞ്ഞും കഴിഞ്ഞു കാലം ഇങ്ങനെ പഴകി. പിന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ളതായ ശരിയായ പ്രവചനം നാം കാണുന്നത്, ആദ്യമായിട്ട് താൻ എവിടെ ജനിക്കും എന്ന് മീഖായുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. പലയിടങ്ങളിൽ, അതായത് നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ പലതും വായിക്കുമ്പോഴും ഇവിടെയൊക്കെയും ഒരു രക്ഷകനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷകൻ ആരാണ് എന്നാണ്. അപ്പോൾ അതിനുള്ളതായ തെളിവുകൾ പ്രത്യേകിച്ച് നമുക്ക്, ഞാൻ മീഖായുടെ പുസ്തകം വായിക്കുന്നതിന് മുൻപ് യെശയ്യാ പ്രവചനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാവ് 9:6 അവിടെ പറയുന്നുണ്ട് ഈ രക്ഷകൻ്റെ ചില പേരുകൾ, അതായത് യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരുകളെക്കുറിച്ച് പറയുന്നതായ കാര്യം നമുക്ക് ആദ്യം ചിന്തിക്കാം. അതായത് 9:6
9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകിയിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇപ്പോൾ നാം യേശുക്രിസ്തുവിൻ്റെ പേരുകൾ പഠിക്കുമ്പോൾ അനേക പേരുകളുണ്ട്. അതിൽ ഏതാനും ചില പേരുകളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ. അതേ യെശയ്യാവ് തന്നെ 7-ാമത്തെ അധ്യായത്തിൽ കർത്താവ് എവിടെ ജനിക്കും, അല്ലെങ്കിൽ ആരിൽ ജനിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടെ നാം വായിക്കുന്നത് പ്രകാരമാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. അത് 14-ാമത്തെ വാക്യമാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ തൈരും തേനും കൊണ്ട് ഉപവസിക്കും. തിന്മ തള്ളി തിരഞ്ഞെടുക്കുവാൻ ബാലൻ പ്രായമാകുമ്പോൾ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെടും. അതായത് ഇവിടെ അടയാളം തരുന്ന ഒരു കന്യക ഗർഭിണിയായി ജനിക്കും. അപ്പോൾ ഇതേ കാര്യം തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് ദർശിപ്പാനൊക്കെ സാധിക്കും. അതായത് അത് നിവൃത്തിയായി. അതുപോലെ തന്നെ വീണ്ടും നാം ഇവിടെ മൈക്കായുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഇവിടെ ജനിക്കും, അല്ലയോ എഫ്രാത്ത, അല്ലെങ്കിൽ ബേത്ലഹേം എഫ്രാത്തയിലാണ് കർത്താവ് ജനിക്കുന്നതെന്ന് മൈക്ക 5:2 പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള അനേക പ്രവചന സങ്കീർത്തനങ്ങളിലും ആദ്യ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയും നിറപടിയായിട്ട് നിവൃത്തിയായി എന്ന് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. അതായത് നാം ഇവിടെ വായിക്കുന്നുണ്ട്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ പാപങ്ങൾ രക്ഷിക്കുന്നതായിരിക്കുന്നുണ്ട്, അവന് യേശു എന്ന് പേർ വിളിക്കണം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇത് മത്തായിയുടെ സുവിശേഷം 1:22. അപ്പോൾ ഇവിടെ എന്ന് വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സാധിച്ചു. അപ്പം പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അവർ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലി ജനത്തെ നയിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു രക്ഷകൻ വരുന്നു, കർത്താവ് വരുന്നു. ഒരു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. അവൻ യേശു എന്ന് അവരുടെ പാപങ്ങൾ രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട്. അത് 21-ാമത്തെ വാക്യം പറയുന്നത് കർത്താവ് പ്രവാചകന്മാർ അരുളി ചെയ്ത് നിവൃത്തിയായി. അതായത് അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. ഇപ്പോൾ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അപ്പോൾ ഇത്രയും നാളും പഴയ നിയമകാലത്ത് കാത്തിരുന്ന ജനത്തിന് നിവൃത്തി ഉണ്ടായതായ ഒരു സംഗതിയാണ് ഇവിടെ. ഇനി കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും സുവിശേഷങ്ങളിലാണ്. ഇതൊക്കെയും പഴയ നിയമത്തിൻ്റെ നിവൃത്തിയായിട്ടുള്ളതിനെ കുറിച്ച് ഇവിടെ എടുത്തു കാണിക്കുക. എന്താണ്? അതായത് പഴയ നിയമത്തിലെ ഉദ്ധരണികളെല്ലാം കൊട്ടേഷനിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കൊട്ടേഷനായിട്ട് ഉദ്ധരണികളായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നിവൃത്തി. ഇനിയിപ്പോൾ ഞാനത് എന്യൂറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞതുപോലെ ആദ്യം വന്നു. ഇത് ഈ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ളതായ സാക്ഷീകരണം മാത്രമല്ല. അതായത് കർത്താവ് ജനിച്ചതായ സമയത്ത് കിഴക്ക് നിന്ന് രാജാക്കന്മാർ വന്നതായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്വാൻമാർ വന്നതായിട്ട് പറയുന്നുണ്ട്. അവർ വന്നതെന്തിനാണ്? കർത്താവ് ഇതിനടുത്ത് ജനിക്കും. ഇതിനെക്കുറിച്ച് പറയുന്നത് 3-ാമത്തെ അധ്യായത്തിൽ ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. അതിനുശേഷം മരുഭൂമിയിൽ പറഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം ചീഫ് പ്രീസ്റ്റിനെയും എല്ലാം കൂട്ടി അവരോട് കർത്താവിന് ജനനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ വന്ന അവർ കിഴക്കിൽ നിന്ന് വന്നതായ ആൾക്കാർ എന്താണ് യേശുക്രിസ്തു ജനിക്കുന്നതിനെക്കുറിച്ച് നേരെ അവർ പോയത് എവിടേക്കാണ്? ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലാണ്. അവിടെ ചെന്ന് യഹൂദന്മാരുടെ രാജാവായവൻ എവിടെ ജനിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് തനിക്ക് അങ്ങ് വല്ലാത്തൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഹെരോദാവ് വിചാരിച്ച ഞാനല്ലാതെ വേറെ രാജാവാരാണ്. ആ ചിന്തയിൽ താൻ മുഴിയുന്നെങ്കിലും താൻ അവിടുത്തെ ഫരീസന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു, അവരോട് ചോദിച്ചു എവിടെയാണ്. അപ്പോൾ അവർ പ്രവചന പുസ്തകം കോട്ട് ചെയ്ത് പറഞ്ഞു, ബേത്ലഹേം എഫ്രാത്തയിലാണ് ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രവചനം നിവൃത്തിയായി. ആ പ്രവചനം നിവൃത്തിയായതിന് ശേഷം, അല്ലെങ്കിൽ പ്രവചനങ്ങളൊക്കെ നിവൃത്തിയായതിനു ശേഷം പിന്നെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചായിട്ട് നാം 4-ാമത്തെ അധ്യായം മുതൽ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ യേശു സ്നാനപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്, യേശുവിനെ അഭിഷേകം ചെയ്തതായിട്ട് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും അതായത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭമായി നമുക്കിവിടെ കാണുന്നതൊക്കെ സാധിക്കും. ഈ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും, അല്ലെങ്കിൽ വീണ്ടും വരാൻ പോകുന്നു. അതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാം ഗ്രഹിക്കേണ്ടതായ ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്നതായ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു.
ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായിട്ട് അല്ലെങ്കിൽ തൻ്റെ കേൾവിക്കാരായിട്ട് പറഞ്ഞൊരു കാര്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഞാനിപ്പോൾ വായിക്കുന്നത്. അവിടെ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. കാരണം എന്താണ്? 14:1 മുതൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ ഇത് രണ്ടാമത്തെ വരവിനെക്കുറിച്ച് കർത്താവ് തന്നെ പറയുകയാണ്. ഇനിയും ഈ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. തൻ്റെ ശിഷ്യന്മാർ തന്നോട് ആവശ്യപ്പെടുന്നതായ ഒരു കാര്യമുണ്ട്. അതായത് കർത്താവിൻ്റെ വരവും അത് പ്രത്യേകിച്ച് യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് പറഞ്ഞതായ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ലും അതുപോലെ മറ്റ് വേദഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഒലിവുമലയിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഒന്നിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും? അവർക്ക് വളരെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. നിൻ്റെ വരവും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത് ഈ 24-ാമത്തെ അധ്യായത്തിലും പിന്നീട് 25-ാമത്തെ അധ്യായത്തിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ളതായ കാര്യം വളരെ വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അവരിതൊക്കെയും അറിഞ്ഞിട്ടും പിന്നീട് അവർ, നമുക്കറിയാം, അവരത് മറന്നുപോയി എന്ന് കാണിക്കുകയുണ്ടായി. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, അതായത് യേശുക്രിസ്തു എന്തിനു വന്നു എന്ന് പ്രവചനം പറയുന്നുണ്ട്. അത് നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 53. അവിടെ 53 പറയുന്ന പ്രകാരമാണ്, ഞാൻ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ. അതായത് യേശുക്രിസ്തുവിൻ്റെ വളർച്ചയെക്കുറിച്ചും താൻ നിന്ദിക്കപ്പെട്ടും അടിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും, ഇതിനെക്കുറിച്ച് പറയുന്ന മനുഷ്യാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ സഹിച്ചു. ഇതൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ തനിക്ക് ഉണ്ടാകേണ്ടതായ കഷ്ടതകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ഒക്കെയുമാണ്. കാരണം ഇത് ഞാനിവിടെ പറയുന്നതിൻ്റെ കാരണം അറിയാമോ? കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ ഇതൊക്കെയും സംഭവിച്ചു. പ്രവചനങ്ങളൊക്കെയും നിവൃത്തിയായി. അപ്പം അതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെയും പ്രവചനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അതായത് ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ വേദപുസ്തകത്തിൻ്റെ ഒരു അധ്യായമുണ്ട്. അത് യൂദ എന്ന് പറയുന്ന വ്യക്തി എഴുതിയതായ അധ്യായത്തിൽ അവിടെ 14-ാമത്തെ വാക്യം ഞാൻ പ്രകാരം വായിക്കുന്നു. അത് ഒരു അധ്യായമുള്ളൊരു ബുക്കാണ് യൂദയുടെ പുസ്തകം. അവിടെ 15-ാമത്തെ അധ്യായം ഞാൻ പ്രകാരം വായിക്കുന്നു. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ്. കർത്താവ് ഏവരെയും വിധിക്കുവാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾക്കും നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഇതിപ്പോൾ ആര് പ്രവചിച്ചു എന്നാണ് പറയുന്നത്? ഹാനോക്ക് ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന് കണിശമായിട്ടും നമ്മൾ ആ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകത്തിലേക്ക് പോകണം. അതായത് ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഹാനോക്കിനെക്കുറിച്ചുള്ള ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഹാനോക്കിനെക്കുറിച്ച് മാത്രമല്ല, മറ്റ് പല പൂർവികന്മാരെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും എത്ര നാൾ അവർ ജീവിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള തെളിവായ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആദാമിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് വായിച്ചതിന് ശേഷം താഴോട്ട് വായിക്കുകയാണ്. അതായത് സേത്തിൻ്റെ കഴിഞ്ഞു, പിന്നെ ഈനോസ് കഴിഞ്ഞു, പിന്നെ കീനനുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് മഹാലേലുണ്ട്, മഹാലേൽ കഴിഞ്ഞ് ജാരേദ് കഴിഞ്ഞ് ഈനോക്ക്. അപ്പോൾ 21-ാമത്തെ വാക്യം പറയുന്നത്, ഹാനോക്ക് 65 വയസ്സ് ആയപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക്
300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആ അനുഭവത്തിൽ ഹാനോക്കിൻ്റെ ആയുഷ്കാലം 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടി നടന്നു, അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പോൾ ഈ ഹാനോക്ക് പ്രവചിച്ചതായ കാര്യമാണ് യൂദാ പറഞ്ഞത്. എന്താണ്? കർത്താവ് അനേകം ദൂതന്മാരുമായിട്ട് 1000 ദൂതന്മാരുമായിട്ട് വരുന്നതായ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇവിടെ യൂദാ പുസ്തകത്തിൽ ഹാനോക്കിൻ്റെ പ്രവചനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കുവാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തിയുടെ പാപികൾ അവൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാർ കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഹാനോക്കിനെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളൂടെ പറഞ്ഞിരിക്കുന്നത്. ഹാനോക്കാണ് ആദ്യത്തെ പ്രവാചകൻ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നു ഹാനോക്ക് പ്രവചിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിലുള്ള എല്ലാ പിതാക്കന്മാരെയും പ്രവാചകന്മാരായിട്ടാണ് കണക്കാറുള്ളത്. പ്രത്യേകിച്ച് അബ്രഹാം പിതാവ്, അല്ലെങ്കിൽ ഒരു 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 ചിത്രീകരണമല്ല, ഒരു മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നത് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ അവർ പിതാക്കന്മാരെയൊക്കെയും പ്രവാചകന്മാരായിട്ടാണ് കരുതുന്നത്. അതായത് ഇബ്രാഹിം നബി, അതുപോലെ തന്നെ യാക്കൂബ് നബി, ഇനിയും യേശുക്രിസ്തു ഒരു നബിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവർക്ക് യേശുക്രിസ്തു ദൈവമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇവരെല്ലാവരും നബിമാരായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ഹാനോക്ക് ആരായിരുന്നു? ഒരു നബിയായിരുന്നു. അപ്പോൾ ഈ നബിയായ ഈ ഹാനോക്കിനെ കുറിച്ച് സ്വല്പം കൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ ഹാനോക്ക് എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെക്കുറിച്ച്. നമുക്ക് 11-ാമത്തെ അധ്യായത്തിൽ അവിടെ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് എന്താണ് നമുക്ക് ചിന്തിക്കാം. ഇവിടെ പറയുന്നത് അബ്രഹാമിന് മുൻപ് വിശ്വാസം കൂടാതെ, അതായത് വിശ്വാസാൽ ഹാബേൽ കഴിഞ്ഞു, അതിനുശേഷം വിശ്വാസാൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. മരണം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇവിടെ പറയുന്നത് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റെ പുത്രമായ യാഗം കഴിച്ചു, എന്നാൽ അത് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം തന്നെ വഴിപാടിനെ സാക്ഷ്യം ചെയ്തു. തിരിച്ച ശേഷം അവൻ വിശ്വാസാൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസാൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ഇവിടെ ഈ ഞാൻ പറഞ്ഞത് ഹാനോക്കിനെ ഒരു പ്രവാചകനായിട്ട് ചിത്രീകരിക്കുന്നു. ആ ഹാനോക്ക് പ്രവചിച്ചതായ കാര്യമാണ് നാം യൂദായിൽ വായിച്ചത്. എന്താണ്? കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നു. ആ വരവിന് അനേകം ദൂതന്മാരുമായി, പ്രത്യേകിച്ച് നമ്മൾ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകളിലൊക്കെയും ഇതിനെക്കുറിച്ച് കുറേ കൂടി നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. എന്നാൽ നാം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം, അതായത് പ്രവാചക പുസ്തകങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അനേക കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വേറൊരു വാക്യം കൊണ്ട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 50, അവിടെ 50-ാമത്തെ അധ്യായത്തിൽ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുകയാണ്. 50 3 മുതൽ ഉള്ള വാക്യങ്ങൾ, 3 മുതൽ 6 വരെ ഇവിടെ പറയുന്നത്, യാഗം കഴിച്ചതിനോട് നിയമം ചെയ്തവരായ എൻ്റെ വിശന്മാരിൻ്റെ അടുക്കൽ കൂടുവിൻ. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കാൽ ആകാശം അവൻ്റെ നീതിമാന്മാരെ ഘോഷിക്കുകയും എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കുകയും ഇസ്രായേലിനോട് സഹകരിക്കുകയും ഞാൻ നിൻ്റെ ദൈവമാകുന്നു, നിൻ്റെ ഹന്യാഗത്തെക്കുറിച്ച് ഞാൻ ശ്വസിക്കുന്നില്ല. താഴോട്ട് പറയുമ്പോൾ, അതായത് ദൈവം യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ന്യായം വിധിക്കുന്നതായ കാര്യത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് വായിക്കാം യെശയ്യാവ് 13-9 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ. യെശയ്യാവ് 13-9 മുതൽ ഉള്ളതായ വാക്യങ്ങൾ. അവിടെയും ഞാൻ പ്രകാരം വായിക്കും, ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായി ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും മനുഷ്യരാശികളും പ്രകാശം തരികയില്ല. അത് വേറൊരു അടയാളമാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. അതൊക്കെയും ഇവിടെ എഴുതി കാണിച്ചിരിക്കുകയാണ്. അതായത് അങ്ങനെ അവൻ ആകാശത്തെ നടുക്കുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിലും നാളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് ഇളകിപ്പോവും. അപ്പോൾ ഇതൊക്കെയും നാം പിന്നീട് ഉള്ളതായ ഭാഗങ്ങളിലൊക്കെയും വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി അവിടെ അത് മാത്രമല്ല, മറ്റ് അനേക റെഫറൻസസ് ആയ വേദഭാഗങ്ങൾ ഉദ്ധരിക്കുന്ന സെഫന്യാ 1 പറയുന്നുണ്ട്, അതുപോലെ യോബ് പറയുന്നുണ്ട്, ജോവൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, മലാക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയും പ്രവചിച്ചിരിക്കുന്നത് എന്താണ്?
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചാണ്. നമുക്ക് മലാക്കി വായിക്കാം. അത് പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണല്ലോ. അവിടെ എന്താണ് പറയുന്നത്? 4:1 ജോവേൽ പ്രവചനത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ അവിടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും, അതായത് ആത്മാവ് എല്ലാവരുടെ മേലും വരുന്നതായ കാര്യത്തെക്കുറിച്ച്. പിന്നെ മലാക്കി പറയുന്നത് അത് അവസാനത്തെ പുസ്തകമാണല്ലോ പഴയ പുണ്യത്തിൽ. അവിടെ 4:1 ഞാൻ വായിക്കുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരെയും താളടിയാകുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടും നിങ്ങൾക്കോ നീതിസൂര്യൻ ചിറകിൻ കീഴിൽ രോഗാപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. അപ്പോൾ താൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ തങ്ങളുടെ കാലിൽ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇതൊക്കെയും രണ്ടാമത്തെ വരവിന് ശേഷം നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. അതായത് പ്രവാചകന്മാർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ച് ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ചിന്തിക്കാവുന്ന വിഷയങ്ങൾ പലതുണ്ടെങ്കിലും പറയുന്നത് എന്താണ്? കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിച്ച് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. തീത്തോസിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും കൂടി ദൈവഭക്തിയോടുകൂടെ ജീവിച്ചു പോരേണ്ടതിന് അവൻ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അതേ ദൈവം എന്താണ് പറയുന്നത്? സകല മനുഷ്യർക്കും ഭാഗ്യകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ പ്രത്യാശയ്ക്കും ദൈവദേശം നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കുമായി കാത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നാം എന്ത് ചെയ്യണം? ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്ത ആരും നിന്നെ തുച്ഛീകരിക്കരുത്. അപ്പോൾ ഇതൊരു ഉപദേശമായിട്ട് കണക്കാക്കുക. കർത്താവ് വീണ്ടും വരുന്നു എന്നുള്ള കാര്യം അതേ വേദപുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടിയുള്ള ഒരറിവാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യങ്ങളൊക്കെയും ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. എൻ്റെ കർത്താവിൻ്റെ വിശ്വാസത്തിൽ അവിടുന്ന് വീണ്ടും വരുന്നു. ആ വിശ്വാസമുള്ളവരായി തീരുവാൻ ആ വിശ്വാസമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. രോഗത്തിലോ കഷ്ടത്തിലോ പ്രയാസങ്ങളായിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു വേണ്ട സുഖം ബലം ധൈര്യം നൽകണമേ. അവിടുത്തെ വരവ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായിരിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാൻ സഹായിക്കണമേ. എല്ലാം യേശുവിൽ കൊടുത്ത താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.